നെച്ചൂരിൽ മോഷണം നടന്ന വീട്ടിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും എത്തി. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നെച്ചൂർ പള്ളിക്ക് സമീപം ഐക്യരാമ്പുറത്ത് ബാബു ജോണിന്റെ ഭവനത്തിൽ ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത്. 30 പവനും 2 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി 8-നും 10-നും ഇടയിൽ വീട്ടുകാർ നെച്ചൂർ പള്ളിയിലെ പെരുന്നാൾ ചടങ്ങിൽ സംബന്ധിക്കാൻ പോയ നേരത്താണ് മോഷണം നടന്നത്. വീട്ടിലെത്തിയ പോലീസ് നായ മണം പിടിച്ച് വീടിന് ചുറ്റും നടന്നതല്ലാതെ തുമ്പുകളൊന്നും കിട്ടിയിട്ടില്ല. വിരലടയാളങ്ങളും ലഭിച്ചിട്ടില്ലെന്നാണ് അറിവ്. CCTV ക്യാമറ ഉണ്ടായിരുന്നെങ്കിലും ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന DVR മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. വയോധികരായ ജോണും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. എറണാകുളത്ത് ജോലിയുള്ള മകൾ ആഴ്ച അവസാനമാണ് വീട്ടിലെത്തുന്നത്. റോഡിൽ നിന്നും 50 മീറ്ററോളം അകത്തുള്ള വീട് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല. നെച്ചൂരിലെ യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളെ പെരുന്നാൾ പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരുന്ന നേരത്താണ് മോഷണം നടന്നതെന്ന് കരുതുന്നത്. ഈ സമയം നെച്ചൂരിലെയും പരിസര പ്രദേശങ്ങളെയും മുഴുവൻ ആളുകളും പള്ളിയിൽ എത്തിച്ചേരും. പ്രദക്ഷിണ വരവിന് ശേഷം നടക്കുന്ന നേർച്ച സദ്യയ്ക്ക് ശേഷമാണ് ആളുകൾ പള്ളിയിൽ നിന്നും പിരിയുന്നത്. ആളുകൾ പള്ളിയിലായിരിക്കുന്ന ഈ സമയത്താണ് തുടർച്ചയായ വർഷങ്ങളിൽ മോഷണം നടക്കുന്നത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് വ്യാപകമായ അന്വേഷണമാണ് നടത്തുന്നത്. ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇലഞ്ഞിമറ്റത്തിൽ വാച്ച് ഹൗസ് പ്രമുഖ ബ്രാൻഡുകളായ ടൈറ്റൻ, സൊനാറ്റ, ഫാസ്ട്ര, കാസിയോ, ടൈമെക്സ്, അജന്ത തുടങ്ങിയ കമ്പനികളുടെ വാച്ചുകളുടെയും ക്ലോക്കുകളുടെയും വിവിധ തരം മോഡലുകൾ, ഉത്തരവാദിത്തത്തോടുള്ള സർവീസും വിൽപ്പനാനന്തര സേവനങ്ങളും ലഭ്യമാണ്. ഇലഞ്ഞിമറ്റത്തിൽ വാച്ച് ഹൗസ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പിറവം.